السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. كتاب أنزلناه إليه لتخرج الناس من الظلمات إلى النور بإذن ربهم على صراط عزيز حميد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അന്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം വാർഷികം ആഘോഷിക്കാനാണല്ലോ നാം ഇവിടെ കൂടിയിട്ടുള്ളത്. നിങ്ങളോടൊപ്പം 2 വാക്ക് സംസാരിക്കാൻ തൗഫീഖ് നൽകിയ നാഥനെ സർവ്വസ്തുതിയും അൽഹംദുലില്ലാഹി വതആല. ബഹുമാന്യരെ, വിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 15 നൂറ്റാണ്ടുകൾ മുമ്പ് പ്രവാചകന് ഒരു നാട്ടാള സമൂഹവും ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാതിരിക്കാനാവില്ല. ആ പരിഷ്കൃതരും ആ പ്രകൃതരുമായ ഒരു ജനവിഭാഗമായിരുന്നു ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതർ. പറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകൾക്ക് വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോക ജനതയ്ക്ക് കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമാണ് നാം കണ്ടത്. വിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാത്രം ഗ്രന്ഥമല്ല, മറിച്ച് മാനുഷികതയാണ് അതിനെ അഭിസംബോധന ചെയ്യുന്നത്. കാലദേശ വർഗ ഭാഷ എന്നീ വിവേചനങ്ങൾക്ക് അതീതമായി യാ അയ്യുഹൻ നാസ് എന്ന അഭിസംബോധനയിൽ ഖുർആൻ അടിവരയിടുന്നുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എല്ലാവരെയും അരാജകത്വത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞു പെണ്ണായാൽ അപമാനഭാരം നിമിത്തം കുഴിച്ചുകൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം. തന്റെ ഒട്ടകം അയൽവാസിനെ വീട്ടിലേക്ക് കടന്നാൽ വർഷങ്ങളോളം യുദ്ധം ചെലുത്തം യുദ്ധക്കൊതിയന്മാരായ ജനത താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുഴിമാടത്തിന്റെ മുകളിൽ കുഴിച്ചു വെക്കുന്ന മുന്തിരി വഴികളുടെ വെല്ലുരിപ്പിക്കൊണ്ടിരിക്കുന്ന തന്റെ അഭിഭാജനങ്ങൾക്ക് ലഹരി പകരുമെന്ന് പറഞ്ഞിരുന്നൊരു ജനത സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലവലശം നന്മകളിലാക്കുന്ന ജനത ജീവിതത്തിൽ അടിപിടിയും പെണ്ണുപിടിയും കള്ളുകുടിയുമാണ് ലക്ഷ്യമൊക്കെ. അതിനുവേണ്ടി എന്ത് അനീതിയും എന്ത് അക്രമവും എന്ത് അസഭ്യവും എന്ത് അശ്ലീലവും പിടിച്ചു പറയാൻ നിൽക്കുന്നവരെ പുസ്തകാലം എന്ന ഖുർആൻ നക്ഷത്രത്തുലാക്കി സംസ്കരിച്ചു തിരിച്ച് ഏറ്റവും ഉദാത്തമായ മാതൃക പുരുഷരാക്കി മാറ്റി. ബഹുദൈവത്വവും കച്ചന്യവും അനാചാരങ്ങളും നിഷ്കാസനം ചെയ്യുന്ന സമയത്ത് ഓരോ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എണ്ണമറ്റ വിഗ്രഹങ്ങൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള അനാചാര